ഇന്ന് നമ്മുടെ കൂടെയുള്ളത് WCPOയിൽ 68ാം റാങ്ക് നേടിയിട്ടുള്ള അശ്വിനി മാം ആണ്. മാം കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പോൾ മാം അഡ്വൈസൊക്കെ വന്ന് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാമിന് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കാരണം കുറേ ആയിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇങ്ങനെ അഡ്വൈസ് വരിക എന്നൊക്കെ പറയുന്നത്. കുറേ ആയിട്ട് ഒരുപാട് പേർക്ക് വന്നത് കണ്ടിട്ട് നമുക്ക് സന്തോഷം തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സാധനം നമ്മളെ കയ്യിലും കൂടി കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, എക്സാം എഴുതി കഴിഞ്ഞ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എക്സാം അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു റാങ്കൊന്നും ഒരിക്കലും അന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. മാം മുൻപ് എക്സാം എഴുതിയിരുന്നോ ഈ WCPOയ്ക്ക് വേണ്ടിയിട്ട് തന്നെ? പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇവിടെ ബാച്ചിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം എക്സാം എഴുതിയിട്ടുണ്ട്. അന്ന് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് വല്ലാതെ അറിയൊന്നുമില്ല. കാരണം ഒന്നും അറിയില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നീട് രണ്ടാമത്തെ എക്സാമാണ് ക്രാക്ക് ചെയ്തെടുത്ത്. അപ്പോഴേക്കും ഏകദേശം പഠിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു, പഠിച്ച് ഒരുവിധമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുതി. മാം മുൻപ് PSC എക്സാമുകൾ എഴുതിയിരുന്നോ? മുൻപ് ഇല്ല. ഞാനിവിടെ ബാച്ചിൽ ചേർന്നതിന് ശേഷമാണ് അപ്ലൈ ചെയ്യാൻ തന്നെ തുടങ്ങിയതും എഴുതാൻ തുടങ്ങിയതും. 22 സെപ്റ്റംബർ ആയ സമയത്താണ് ബാച്ചിൽ ചേർന്നത്. അന്നൊട്ട് പഠിച്ചു തുടങ്ങിയതെന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ ശേഷമാണ് നന്നായിട്ട് പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നീടാണ് എക്സാംസ് ഒക്കെ എഴുതാൻ തുടങ്ങിയത്, അപ്ലൈ ചെയ്യാൻ തന്നെ തുടങ്ങിയത്. അപ്പോൾ ഈ WCPOയ്ക്ക് വേണ്ടിയിട്ടാണോ അപ്ലൈ ചെയ്തത്? അതല്ലാതെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ PSCക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നോ? ജനറൽ PSC ഏത് എക്സാമും എഴുതാറുണ്ടായിരുന്നു. അങ്ങനെ WCPO എന്നൊന്നും ഇല്ലായിരുന്നു, എല്ലാ എക്സാമും എഴുതും. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇതെല്ലാ വർഷവും വിളിക്കുന്ന എക്സാമാണ്. അപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ തോന്നി. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചു. മാമിന് ഗവൺമെൻറ് സർവീസിലേക്ക് വരണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഹസ്ബൻഡ് ഇങ്ങനെ ഗവൺമെൻറ് സർവീസിൽ കയറണം എന്നൊക്കെ ഉള്ള ഒരാഗ്രഹത്തോടെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അത് കണ്ടപ്പോൾ സാധാരണയായിട്ട് നമുക്ക് തോന്നുമല്ലോ എങ്ങനെയും പഠിക്കണം എന്നൊക്കെ. ഇപ്പോൾ സർവീസിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ, അങ്ങനെ പഠിച്ചു. മാം എങ്ങനെയാണ് പഠിച്ചിരുന്നത്? ഫുൾ ടൈം ഈ പഠനത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരുന്നോ? ഒരുവിധമൊക്കെ പഠിക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു. തുടക്കത്തിലൊക്കെ ഭയങ്കര ലാഗടിച്ച് ഭയങ്കര ഉഴപ്പിയൊക്കെ പഠിച്ച്, കാരണം പഠിച്ചു തുടങ്ങുകയാണല്ലോ, നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അപ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് പഠിക്കണം തോന്നി. പിന്നെ കാര്യമായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ എക്സാമൊക്കെ അടുപ്പിച്ചിട്ടൊരു 2-3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ പഠിച്ചു. പിന്നെ എയ്സിൽ ഡെയിലി വരും, ഇരുന്ന് പഠിക്കും. രാവിലെ നേരത്തെ വരും, വൈകുന്നേരം ലേറ്റ് ആയിട്ട് പോകും, ഞായറാഴ്ചയൊക്കെ വരും. അങ്ങനെ ഇരുന്ന് ഇതിനായിട്ട് മാറ്റി വെച്ചിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ഒരുപാട്. എങ്ങനെയായിരുന്നു മാമിൻ്റെ പഠന രീതി? അതായത് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുന്നതാണോ അതോ റാങ്ക് ഫയൽ നോക്കിയിട്ടാണോ? എങ്ങനെയാണ് പഠിച്ചിരുന്നത്? അധികവും റാങ്ക് ഫയലിനെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് റാങ്ക് ഫയൽ പഠിക്കുന്നതായിരുന്നു ഇഷ്ടം. പിന്നെ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കാറൊന്നുമില്ല. തീരെ അറിയാത്ത പോർഷൻസൊക്കെ യൂട്യൂബിൽ വല്ല വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് പഠിച്ചിരുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഒരുവിധം റാങ്ക് ഫയൽ തന്നെ പഠിക്കും. പിന്നെ കറണ്ട് അഫെയർ ഒക്കെ ഡെയിലി എഴുതെടുത്തിട്ട് പഠിക്കും. പിന്നെ തീരെ അറിയാത്ത സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് ഏതെങ്കിലും കണ്ടിട്ടൊക്കെ പഠിക്കും. പിന്നെ എയ്സിൻ്റെ പ്രിൻറ്റഡ് മെറ്റീരിയൽസൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധമൊക്കെ എല്ലാ സാധനങ്ങളും പഠിച്ചു തീർക്കും. നമ്മുടെ എയ്സിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മാമിന് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്? അതൊക്കെ നല്ല മെറ്റീരിയൽസ് ആയിരുന്നു. എയ്സിൻ്റെ പ്രിൻറ്റഡ് മെറ്റീരിയൽസൊക്കെ അതെല്ലാം വായിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ നടന്ന എക്സാംസിനൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. നല്ല മെറ്റീരിയൽസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ മെറ്റീരിയൽസിനെ പോലെ തന്നെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു കാര്യമാണ് OMR എക്സാംസ് കേട്ടോ. എക്സാം നടക്കുന്ന അന്നൊക്കെ എഴുതുമായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ഡിസ്കഷൻ സെക്ഷനും കൂടി ഉണ്ടാവാറുണ്ട്. അതും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. എന്താ പറയുക, ഒരു പ്രാവശ്യം കേട്ട സാധനം തന്നെ പിന്നെയും ഡിസ്കഷൻ വരുമ്പോൾ നമ്മൾ കേൾക്കുക. അതന്നെ നമ്മളെ മൈൻഡിൽ കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ ഒരു സാധനം നമ്മളെ മൈൻഡിൽ കിടക്കുമല്ലോ. അങ്ങനെ ബാക്കിയുള്ള എക്സാംസിനൊക്കെ അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, മാമിന് ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയ ഒക്കെ എങ്ങനെയാണ് കവർ ചെയ്തിരുന്നത്? പ്രത്യേകിച്ച് എന്തെങ്കിലും ടിപ്സ് ആയിട്ട് ഉണ്ടായിരുന്നോ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയാസൊക്കെ ഞാൻ വീഡിയോ കാണും, എന്നിട്ട് നോട്ട് ചെയ്ത് പഠിക്കും. ബാക്കി ഞാൻ പറഞ്ഞ പോലെ എല്ലാം റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യലായിരുന്നു. പിന്നെ എല്ലാത്തിനും എല്ലാ സബ്ജക്റ്റിനും ഇംഗ്ലീഷ്, മാത്സ്,
മലയാളം അതിൻ്റെ ഒക്കെ ഓരോ ബുക്ക് ഉണ്ടാവും, അതൊക്കെ സെപ്പറേറ്റ് ഇരുന്ന് പഠിക്കും. ഡെയിലി ഇംഗ്ലീഷും മാത്സും മലയാളം പഠിക്കും കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം മലയാളവും ഇംഗ്ലീഷും മാത്സും അത്രയും മാർക്കിന് എക്സാമിന് വരുന്ന സാധനമാണല്ലോ. അത് പലരും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനത്തെ സാധനങ്ങൾ ആയിട്ട് പഠിക്കാതിരിക്കാറുണ്ട്. പക്ഷെ അതിന് പകരം ഡെയിലി ഇംഗ്ലീഷും മാത്സും മലയാളവും പഠിക്കണം എന്നാണ് എനിക്ക് പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്. വീട്ടിലാരൊക്കെയാണുള്ളത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ? അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി 4 പേരേ ഉള്ളൂ. പിന്നെ സപ്പോർട്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല സപ്പോർട്ടായിരുന്നു. കാരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയൊന്നുമില്ല, പഠിച്ചോട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു വീട്ടിലുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം. അങ്ങനെ ആ രീതിയിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പെൺകുട്ടികളാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, കല്യാണപ്രായമായി എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പ്രഷറൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങും. പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പഠിക്കുന്ന കണ്ടിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. പെൺകുട്ടിയാണ്, കല്യാണം കഴിച്ച് പോകണം എന്നൊന്നും പറഞ്ഞിട്ട് പ്രഷർ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് മറ്റുള്ളവരുടെ ഒക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? മറ്റുള്ളവരുടെ പ്രതികരണം കുറേ നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ട്. പിന്നെ എന്താ, പഠിക്കാൻ കഴിയുമോ, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിലും എല്ലാവരും പറഞ്ഞ നെഗറ്റീവ്സും ഞാൻ മൈൻഡിൽ വെച്ചുകൊണ്ട് പഠിച്ചു. നമുക്ക് ഓരോ ദിവസം ബുക്ക് എടുക്കുമ്പോഴും ഇങ്ങനെ ഓർമ്മ വരും, ഇന്നാൾ ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പഠിക്കണം, ഒന്നുകൂടി പഠിക്കണം എന്ന് തോന്നാൻ, ആ ഒരു ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് വരാനും കാരണം ഒരുപാട് നെഗറ്റീവ്സ് കേട്ടതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ്സ് കേട്ടു എന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ അയ്യോ എന്നെക്കൊണ്ട് ഇത് പറ്റില്ലല്ലോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നേ തോന്നിയിട്ടുള്ളൂ. എങ്ങനെയും പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ എത്തണം എന്നുള്ള ഒരു വാശി മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ടിപ്പോൾ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു. അപ്പോൾ അവരുടെയൊക്കെ ഇപ്പോൾ ഉള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ്? റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം എല്ലാവരും ഹാപ്പിയാണ്. കാരണം നെഗറ്റീവ്സ് പറഞ്ഞ ആൾക്കാരും ആരായാലും എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ നെഗറ്റീവ്സ് പറഞ്ഞ ആൾക്കാർ വരെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് തോന്നി. ഫിസിക്കലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്കലി കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം ഐറ്റംസൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയതിന് ശേഷമാണ് കുഴപ്പമില്ല, ഏകദേശമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത്. പിന്നെ ഐറ്റംസൊക്കെ ആയാലും എല്ലാം കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റലുണ്ടായിരുന്നു. ഈ ഫിസിക്കലിന് വേണ്ടിയിട്ട് അതിന് മുന്നേ എന്തെങ്കിലും പ്രിപ്പറേഷൻ നടത്തിയിരുന്നോ? ഇല്ല, റാങ്ക് ലിസ്റ്റ് വന്ന് ഷോർട്ട് ലിസ്റ്റൊക്കെ വന്ന സമയത്താണ് ഫിസിക്കലിന് പോയി ജോയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. എന്താണ് എയ്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഇവിടെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അറിയുന്ന ഒരുപാട് പേര് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ നല്ലതാണ്, നല്ല ക്ലാസ്സാണ്, നല്ല റിസൾട്ട് ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല ക്ലാസ് ആണെന്നൊക്കെ കേട്ടപ്പം എന്തായാലും എയ്സിൽ തന്നെ പോവാന്ന് വിചാരിച്ചു, പോന്നു. പിന്നീട് അങ്ങോട്ട് ആ എയ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജേർണി എങ്ങനെയായിരുന്നു? എയ്സിൻ്റെ ക്ലാസ്സൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബാച്ചിലുണ്ടായിരുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കമ്പൈൻ സ്റ്റഡി അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് സിംഗിൾ സ്റ്റഡി ആയി മാറി. ആദ്യം കമ്പൈൻ സ്റ്റഡിയിൽ തുടങ്ങി, ഒരുവിധമൊക്കെ ട്രാക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങിയ സമയത്ത് പിന്നെ സിംഗിൾ സ്റ്റഡി ആയി. ഡെയിലി പഠിക്കുമായിരുന്നു. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ പഠിച്ചിട്ട് ഞായറാഴ്ച ഞാൻ റിവിഷൻ ചെയ്യാറാണ് പൊതുവെ, അങ്ങനെയാണ് ചെയ്യൽ. ഡെയിലി പഠിക്കുന്ന സാധനങ്ങൾ ചെറിയ ഷോർട്ട് നോട്ടാക്കിയിട്ട് എന്തെങ്കിലും പോയിൻറ്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ഞായറാഴ്ച എടുത്തിട്ട് റിവിഷൻ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എയ്സിൻ്റെ OMR എക്സാംസ് ഒക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഡിസ്കഷൻ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എയ്സിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നല്ല മെറ്റീരിയൽസ് ആയിരുന്നു. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് പിന്നെ എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ആ ഒരു സർക്കിള് ഭയങ്കരമായിട്ട് പഠിക്കാൻ നല്ലതായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുമിച്ചിരുന്ന് പഠിക്കലാണ്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ സർവീസിലൊക്കെ കയറി, ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് സർവീസിലുണ്ട്. പിന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ബാച്ചിലുണ്ടായിരുന്ന ടീംസ് ഒരുപാട് പേര് ലിസ്റ്റിലുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റായി. ഏതൊക്കെ ടോപ്പിക്സ് ആണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്? അത് എങ്ങനെയാണ് മാം അത് കവർ ചെയ്തത്? ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഹിസ്റ്ററി, ജോഗ്രഫിയൊക്കെയാണ് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അത് 10th പഠിച്ചിട്ട് അവിടെ നിർത്തി വെച്ചാണ്. കാരണം പിന്നെ പഠിക്കേണ്ട വന്നിട്ടില്ല. അതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പഠിച്ചെടുക്കാൻ വർഷങ്ങളൊക്കെ ഓർത്ത് വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ ടീച്ചേഴ്സായിരുന്നു. ഓരോ ക്ലാസ്സും ഓരോട് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ പഠിച്ചിരുന്നത്. ഫോഴ്സിൽ പൊതുവെ സ്ത്രീകൾ കുറവായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ഫോഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്?
കോളേജ് പഠിച്ചിരുന്ന സമയത്ത് NCCയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോമിനോട് ചെറിയൊരു താല്പര്യം ഒക്കെ തോന്നി. പിന്നെ ഇങ്ങനെ PSC പഠിക്കാൻ തുടങ്ങിയപ്പം പോലീസ് യൂണിഫോം അതൊക്കെ ഒരു പവറാണല്ലോ. അപ്പോൾ പിന്നെ അത് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ ചൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി ഈ CPOക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എന്താണ് മാമിന് പറയാനുള്ളത്? ഇനി പഠിക്കാനുള്ളവരോട് മെയിനായിട്ട് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാന്നല്ല സ്മാർട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ എല്ലാ സാധനങ്ങളും എഴുതി തന്നെ പഠിക്കുക, ചെറിയ പോയിൻ്റൊക്കെ ആക്കിയിട്ട് എഴുതി പഠിക്കുക. രാത്രിയോ പകലോ ഒന്നും ഇല്ലാതെ ഡെയിലി ഇരുന്ന് പഠിക്കുക. എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടുന്നവരെ പഠിക്കുക. അതുവരെ ഒരിക്കലും നമ്മുടെ ഹാർഡ് വർക്ക് നിർത്തരുത്, നന്നായിട്ട് പഠിക്കുക. പിന്നെ പോലീസ് ഫീൽഡൊക്കെ ചൂസ് ചെയ്യുന്നവരോട് പറയാനുള്ളത് ഫിസിക്കലൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെ കൊണ്ടും പറ്റും. ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ആ സാധനമൊക്കെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാലുള്ള ക്യാമ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി, ആ ഒരു മൈൻഡ് സെറ്റാക്കിയിട്ട് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് മാം എയ്സ് സജസ്റ്റ് ചെയ്യുമോ? തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. കാരണം നല്ല ഫെസിലിറ്റീസാണ്, നല്ല ടീച്ചേഴ്സാണ്, നല്ല ക്ലാസ്സാണ്. പിന്നെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം, എന്ത് കാര്യം നമുക്ക് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ ലൈബ്രറി, റീഡിങ് ഫെസിലിറ്റിയൊക്കെ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. പിന്നെ ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ പോലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പഠിക്കാൻ വരുന്നവർക്ക് ഒരുവിധം എല്ലാവർക്കും വെള്ളം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. റീഡിങ് ഒക്കെ നല്ല യൂസ്ഫുള്ളാണ്, ലൈബ്രറി നല്ല യൂസ്ഫുള്ളാണ്. ഒരുപാട് പേര് ഇവിടുന്ന് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തിട്ടാണ് വായിക്കുന്നത്. അങ്ങനെ ഒരുവിധമൊക്കെ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നല്ലതാണ്, ടീച്ചേഴ്സും നല്ലതാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പളൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ഒരു രീതിയിലും ഉഴപ്പാനൊന്നും സമ്മതിക്കില്ല. എങ്ങനെയും ഇരുന്ന് പഠിച്ചിട്ട് ഒരു ജോലി നേടിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും നമ്മളെ അടുത്ത് അപ്രോച്ച് ചെയ്യൽ. ഞാൻ പിന്നെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് എയ്സിൽ വന്നതിന് ശേഷമാണ്. അതുവരെ ഇത്ര സീരിയസ്നെസ് ഒന്നും ഇല്ലായിരുന്നു, വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിക്കുക ആ രീതിയിലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിലും നമ്മളെങ്ങനെയും പഠിപ്പിക്കണം, ടീച്ചേഴ്സായാലും പ്രിൻസിപ്പളായാലും എങ്ങനെയും പഠിപ്പിക്കണം. ആ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം വരിക, പഠിക്കുക. സീരിയസ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തായാലും എയ്സ് നല്ലൊരു ഓപ്ഷനാണ്. അവരെ എയ്സിലുള്ള ആൾക്കാരും എയ്സിൻ്റെ ഫെസിലിറ്റീസൊക്കെ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. എയ്സിലെ ടീച്ചേഴ്സായാലും പ്രിൻസിപ്പളൊക്കെ ആയാലും നമുക്കൊരു സർവീസ് കയറണം എന്നുള്ള ആഗ്രഹത്തെ ആ രീതിയിൽ തന്നെ മോൾഡ് ചെയ്തെടുക്കും നമ്മളെ. അപ്പോൾ സീരിയസ് ആയിട്ടും അങ്ങനെ ഒരു ആഗ്രഹത്തോടെ വരുന്ന ആൾക്കാർക്ക് എന്തായാലും സർവീസ് കയറാം. പിന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യണമല്ലോ, അത്യാവശ്യം നമ്മളിരുന്നും പഠിക്കണമല്ലോ. നമ്മളും എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക. ഇത്രയും നേരം പഠനാനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവച്ചത് അശ്വിനി മാം ആണ്. മാമിന് തുടർന്നുള്ള ജീവിതത്തിലും സർവീസിലും നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.